ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെ എല്ലാവരും ഫോൺ ചെയ്ത് വിളിക്കാറുണ്ട്. ഫോൺ നമുക്ക് കോൾ വരുമ്പോൾ നമ്മൾ ആരാണ് കോൾ ചെയ്തതെന്ന് നമുക്ക് പെട്ടെന്ന് അറിയാനുള്ളൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ എല്ലാവർക്കും മിക്ക ആൾക്കാർക്കും അറിയാവുന്ന ആപ്ലിക്കേഷനാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് അമർത്തുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തി വിടുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നേരെ ഫോണൊന്ന് തിരിച്ചു പിടിച്ചിട്ട് നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോകാം. പ്ലേ സ്റ്റോറിൽ ക്ലിക്ക് ചെയ്തിട്ട് സെർച്ച് ബാറിൽ Truecaller എന്ന് ടൈപ്പ് ചെയ്യണം. TRU എന്ന് സ്പെല്ലിങ് സെറ്റ് തന്നെ ടൈപ്പ് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. അപ്പോൾ ഇത് മിക്ക ആൾക്കാർക്ക് അറിയാവുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ്, എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ Truecaller നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പോൾ പച്ച കളറിൽ കാണുന്ന ബട്ടൺ അമർത്തി കൊടുക്കുക. അതിനുശേഷം കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളുടെ ഇൻസ്റ്റാളേഷൻ നടക്കാനുള്ള കുറച്ച് സമയം എടുക്കും, കാരണം 50 ചില്ലാനം MB ഉണ്ടത്. അപ്പോൾ ഇത് നമ്മൾ ആരെങ്കിലും ഫോൺ വിളിക്കുമ്പോൾ നെറ്റ് ഓൺ ആക്കിയിട്ടാൽ മാത്രമേ നമുക്ക് ആളെ അറിയാൻ പറ്റുള്ളൂ. ആളുടെ പേര് ഇതിൽ കാണിക്കും. മിസ് കോൾ വന്നാലും പേര് കാണിക്കും. അപ്പോൾ ഇത് നല്ലൊരു ആപ്ലിക്കേഷനാണ്. എല്ലാവരും നല്ല റേറ്റിംഗ് കൊടുത്തിട്ടുള്ള ആപ്ലിക്കേഷനാണ്. അപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുക, അറിയാത്തവർക്ക് വേണ്ടിയാണ്. അപ്പോൾ നമ്മളുടെ ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു, നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. അപ്പോൾ ഈ പച്ച കളറിൽ കാണുന്ന ബട്ടണിൽ അമർത്തുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻ്റർഫേസ്. Truecaller എന്നാണ് ഇതിൻ്റെ പേര്. ഫസ്റ്റ് നമുക്ക് ലാംഗ്വേജ് സെറ്റ് ചെയ്യണം. ലാംഗ്വേജ് നമുക്ക് വേണമെങ്കിൽ മോറിൽ അമർത്തിയിട്ട് നമുക്ക് ഏത് ലാംഗ്വേജ് ആണോ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആവശ്യമുള്ളത്, മലയാളമാണെങ്കിൽ മലയാളം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആണെങ്കിൽ ജപ്പാൻ, അറബി, എല്ലാ സംഭവങ്ങളും മിക്ക സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ ഞാനത് നേരെ മലയാളം സെലക്ട് ചെയ്ത് നോക്കുകയാണ്. നിങ്ങൾ വേണമെങ്കിൽ ഇംഗ്ലീഷ് സെലക്ട് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് പച്ചക്കളറിലെ ബട്ടണിലൊന്ന് അമർത്താം. ആരംഭിക്കുക. എന്നിട്ട് നമുക്ക് Truecaller ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് സെറ്റ് ആസ് ഡിഫോൾട്ട് ആക്കി കൊടുക്കുക, അടിയിൽ കാണുന്നത്. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക, അടിയിൽ കാണുന്നത്. അതിനുശേഷം നമുക്ക് നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോണിലുള്ള നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫോൺ നമ്പർ, ക്ലിയർ ആയിട്ടുള്ള ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത ശേഷം തുടരുക, സ്ഥിരീകരിക്കുക. അതിനുശേഷം വീണ്ടും തുടരുക. ഞാൻ ഈ ആരോ കാണിക്കുന്നുണ്ട് കറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്യാനുള്ള സംഭവത്തിൽ. അപ്പോൾ പച്ച കളറിലുള്ള ബട്ടൺ അമർത്തിക്കതിന് ശേഷം അടുത്ത് തന്നെ ഇൻ്റർഫേസിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ വിജയകരം തുടരാമെന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ 3 ഓപ്ഷൻ ഉണ്ട്. അതിൽ ഏത് ഓപ്ഷനിൽ വേണമെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൽ ഓപ്പൺ ആക്കാം. ഞാനപ്പോൾ പേര് ടൈപ്പ് ചെയ്തിട്ട് ഓപ്പൺ ആക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫേസ്ബുക്ക് ആക്കാം, ഗൂഗിൾ അക്കൗണ്ട് വഴി സെറ്റപ്പ് ആക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമുക്ക് ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. തുടരുകയാണ്, ലോഡിങ് കാണിക്കുകയാണ്. Truecaller തുടരുകയാണ്. അപ്പോൾ നമ്മളുടെ Truecaller ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ കോൾ ചെയ്തൊരു നമ്പറിൽ മെസ്സേജ് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത് നോക്കി, ആളുടെ പേര് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ബാക്കപ്പ് പിന്നീട് ആക്കുകയാണ്. അപ്പോൾ നമ്മുടെ സംഭവത്തിൽ ഇതാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് സ്കിപ്പ് ചെയ്ത് കൊടുക്കണം. ഇത് നമുക്ക് കാശ് കൊടുത്ത് വാങ്ങിക്കാൻ വേണ്ടിയാണ് നമ്മളോട് ചോദിക്കുന്നത്. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഡിസ്മിസ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് റെഡി ആയിട്ടുണ്ട്, Truecaller റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ വിളിച്ച ആൾക്കാരെ നമ്മൾ മിസ് കോൾ വന്നവരുടെയൊക്കെ ഡീറ്റെയിൽസ് ഇവിടെ കാണാം. അപ്പോൾ ഈ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ശുഭദിന ആശംസകൾ നേർന്നുകൊണ്ട് വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.